ഷൂട്ട് എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഒരു ഷോർട്സ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറക്കാട് ജ്വല്ലേഴ്സിൻ്റെയും റിത്വ എന്ന് പറയുന്ന ഒരു ബൊട്ടീക്കിൻ്റെയാണ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസാണ് കേട്ടോ അവർക്കുള്ളത്. റിത്വ ബൊട്ടീക്കിൻ്റെ. അപ്പോൾ ആർക്കെങ്കിലും ബ്രൈഡൽ കളക്ഷൻസോ അല്ലെങ്കിൽ ഫങ്ഷൻ വെയറോ ഒക്കെ വേണമെങ്കിൽ അവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അവരുടെ ലിങ്ക് താഴെ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ തന്നെ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് ഷിനു ആണ്. ഷിനുവിൻ്റെ കൂടെ ഞാൻ മുന്നേയും വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സലൻറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ആൻഡ് എൻ്റെ ഹെയർ ഡ്രസ്സർ വന്നിട്ട് ഫെബിന എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ഇതിൽ മൊത്തം ഈ ഒരു വീഡിയോയിൽ ഫുള്ള് നിങ്ങൾ എൻ്റെ വോയിസ് ഓവർ തന്നെ കേൾക്കേണ്ടി വരും. ബിക്കോസ് അവിടെ ഫുൾ ടൈം ഓൺ ആയിരുന്നത് കൊണ്ട് സോങ്സും കാര്യങ്ങളും ബഹളവും നോയ്സും ഒക്കെ ആയിട്ട്, സ്പെഷ്യലി ഞങ്ങളുടെ വാചകടി അത് ചിലപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര ബോറായിരിക്കും. പിന്നെ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടുള്ള വീഡിയോസ് അങ്ങോട്ട് നിങ്ങൾ ഇനി കാണാൻ പോകുന്ന എല്ലാം എൻ്റെ ഈ വാചകടിയായിരിക്കും. ഞാൻ എൻ്റെ ഹെയർ ആക്ച്വലി കട്ട് ചെയ്ത് കളയണം എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ ഷൂട്ടിന് പോകുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, പാർലറിൽ പോയിട്ട് കട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ തന്നെ ഒന്ന് ഷോർട്ടാക്കി കട്ട് ചെയ്ത് കളയാം. ബിക്കോസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഈ ഹെയർ ഡ്രസ്സിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഐ ഫീൽ ലൈക്ക് ഓ മൈ ഗോഡ്, എത്ര നല്ല ഹെയർ ആണുള്ളത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വെറുതെ കളയണ്ട എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തി. താങ്ക്സ് ടു ഫെബിന ചേച്ചി ഇത്രയും നല്ല അടിപൊളി ഹെയർ ഡ്രസ്സിങ് ഒക്കെ എനിക്ക് തന്നതിന്. അപ്പോൾ ഞാൻ ഇവരുടെ എല്ലാവരുടെയും പേജസ് മെൻഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ബാക്കിൽ നിങ്ങൾക്ക് കുറച്ച് പോർഷൻസ് കാണാൻ പറ്റുന്നുണ്ടാവും. അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറേ മിസ്റ്റേക്സ് എനിക്ക് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഫസ്റ്റ് കാണിക്കാമായിരുന്നു, എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കാണിച്ചതിന് ശേഷം എടുക്കാമായിരുന്നു, അതൊന്ന് പ്രസൻറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ അതൊന്നും പറ്റിയില്ല. എനിക്ക് അവിടെ വെച്ച് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടോ. അയർ എന്നാണ് പേര്. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ ഒരു കുട്ടി അവിടെ ഇരിക്കുന്നത് മേക്കപ്പ് റൂമിൽ. അപ്പോൾ ഐ തിങ്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും വേ ഓഫ് ടോക്ക് എവിടെയോ ഒന്ന് കണക്റ്റ് ആവുന്ന പോലെ. മിക്കവാറും ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആയിരിക്കില്ലേ നമുക്ക് തോന്നുന്നത് നല്ല എവിടെയോ ഒരു കണക്ഷൻ ചില ഫ്രണ്ട്സിനോട് നമുക്ക് കിട്ടാറില്ലേ. മേ ബി നമ്മൾ അപ്പോൾ കാണുന്നേ ഉണ്ടാവും, പക്ഷെ എവിടെയോ ഒരു 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 കണക്ഷൻ അല്ലേ. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ വർക്കിനൊക്കെ സെലക്ട് ആവുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞിരുന്നു. പാസ്റ്റ് 4 years എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറവായിരുന്നു. ആ ടൈമിൽ ഞാൻ ഒത്തിരി ഡൗൺ ആയി പോവുകയും ചെയ്യും. കാരണം വർക്കൊന്നും വരുന്നില്ലല്ലോ, കിട്ടുന്നില്ല. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ നോക്കാറുണ്ട്. ബട്ട് സം ഓഫ് ദ റീസൺസ് കാരണം എനിക്ക് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനും പറ്റാറുണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് കിട്ടുന്ന വർക്കൊക്കെ നല്ല അടിപൊളി വർക്കായിരിക്കും. ഈ പൊട്ടന് ലോട്ടറി അടിച്ച പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ തിരികെ പോവാണ്. ഇനി ചെന്നിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടി കഴിക്കണം, പിന്നെ ഒന്ന് ചത്ത് കിടന്ന് ഉറങ്ങണ പോലെ ഉറങ്ങണം. രാവിലെ തുടങ്ങിയ വർക്കാണ്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.